നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം ഇത്തവണ 18,000 പേർക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വരാജ് റൗണ്ടിൽ തന്നെ 250 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് ഇത്തവണ പൂരപ്രേമികൾക്ക് നൽകാനുള്ള സജ്ജീകരണം ഒരുക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നും അതിന് പുതിയൊരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും തൃശൂർ പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിനുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂരിൽ കനത്ത മഴയും കാറ്റും, ബൈക്കുകൾ പറന്നു വീണു, കടകളിൽ വെള്ളം കയറി. തൃശൂർ നഗരത്തിൽ കനത്ത മഴയും ശക്തമായ കാറ്റും. ശക്തമായ മഴയെ തുടർന്ന് കടകളിൽ വെള്ളം കയറി. നിരത്തുകളിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ ശക്തമായ കാറ്റിൽ പറന്നു വീണു. ബൈക്കിൽ വെച്ചിരുന്ന ഹെൽമെറ്റുകളും പറന്നുപോയി. വൈദ്യുതിബന്ധവും തകരാറിലായി. വൈകിട്ട് 7 മണിയോടെ തുടങ്ങിയ മഴ 45 മിനിറ്റോളം നീണ്ടുനിന്നു. കഴിഞ്ഞ ദിവസവും വേനൽ മഴ പെയ്തിരുന്നു. കൊച്ചിയിൽ ഭാര്യയെയും മക്കളെയും കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി. എറണാകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ഭാഗ്യരാജാണ് ജീവനൊടുക്കിയത്. പരിക്കേറ്റ ഭാര്യ മിനി, മകൾ ശ്രീലക്ഷ്മി എന്നിവർ ചികിത്സയിലാണ്. കുടുംബകലഹമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അമ്മുമ്മ വിറക് വെട്ടുന്നതിനിടയിൽ അബദ്ധത്തിൽ കുട്ടിയുടെ തലയ്ക്ക് വെട്ടേറ്റു. 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കോളനിയിലെ ദയാൽ എന്ന 1.5 വയസ്സുകാരനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. അമ്മുമ്മ വിജയമ്മ വാക്കത്തി ഉപയോഗിച്ച് വിറക് കെട്ടുന്ന സമയത്ത് കളിക്കുകയായിരുന്നു കുട്ടി. പെട്ടെന്ന് അമ്മുമ്മയുടെ മുന്നിലൂടെ ഓടിയ കുട്ടിയുടെ തലയ്ക്ക് വെട്ടേറ്റു. വിജയമ്മയുടെ കണ്ണിന് ചെറിയ മങ്ങലുണ്ടായിരുന്നു എന്നാണ് വിവരം. കുട്ടി ഓടുന്നത് വിജയമ്മ കണ്ടില്ല. ആലക്കോട് ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പഹൽഗാം ഭീകരാക്രമണം, കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയും 68 വയസ്സുള്ള രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കുടുംബത്തോടൊപ്പം ഇന്നലെയാണ് രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പോയത്. മറ്റ് കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇടപ്പള്ളി മോഡേൺ റെഡിനടുത്ത് മങ്ങാട്ട് റോഡിലാണ് താമസിച്ചിരുന്നത്. മകൾ കഴിഞ്ഞ ദിവസമാണ് ദുബൈയിൽ നിന്ന് എത്തിയത്. ഹൈദരാബാദ് സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജനും കൊച്ചിയിലെ നേവി ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളും ഭീകരാക്രമണത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. കൊച്ചിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഹരിയാന സ്വദേശിയാണ് വിനയ് നർവാൾ. വിനയുടെ വിവാഹം ഏപ്രിൽ 16 കഴിഞ്ഞതെന്നാണ് വിവരം. വിനയ് നർവാളിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വിവരങ്ങൾ വ്യക്തമായിട്ടില്ല.